ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതുപോലെ ഇരിക്കുന്ന പിക്ക് എങ്ങനെ വാൾപേപ്പർ മോഡലാക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് ഇതിനെ ഉപയോഗിക്കാൻ പോകുന്നത് സ്നാപ്സീഡ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. സ്നാപ്സീഡ് ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. കാരണം എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ അവരുടെ സർവീസ് എല്ലാം ഫ്രീ ആയിട്ട് തരുന്നത് ആകെ ഈ ഒരു ആപ്ലിക്കേഷനേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ പ്ലസ് എടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫോട്ടോയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഫോട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടാൽ വാൾപേപ്പർ ഫുള്ള് കിട്ടില്ല. അപ്പം വാൾപേപ്പറിൽ ഇട്ടാൽ എങ്ങനെയാണ് ഫുള്ള് കിട്ടുന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം താഴെ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെടുക്കുക. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിൽ ആവശ്യമുള്ള എക്സ്പാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 3 ഓപ്ഷൻ കാണാം: സ്മാർട്ട്, വൈറ്റ്, ബ്ലാക്ക്. അതിൽ സ്മാർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി ഇതിൽ സ്മാർട്ടാണ് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് ബ്ലാക്കോ വൈറ്റോ കിടക്കുന്നു എന്നുള്ളവർ അത് സ്മാർട്ടിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാനുള്ള മേളിലത്തെ ആ കഴ്സർ ജസ്റ്റ് മേളിലോട്ടാക്കണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും അതുപോലെ 1-2 തവണ എടുത്തിട്ട് എത്ര തവണ നമുക്ക് മാക്സിമം വേണമെന്ന് വെച്ചാൽ അത്രയും തവണ നമ്മൾ ചെയ്യണം. അപ്പം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് പരമാവധി ഒരു ഒറ്റ കളറുള്ള ഒരു സർഫേസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം അല്ലാതെ ഇപ്പോൾ താഴെ ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതുപോലെ ആയിപ്പോകും. അപ്പം അത്ര ആവുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നെങ്കിൽ മാത്രം അത് ചെയ്യുക. അപ്പോൾ ഇത് എത്ര തവണ വേണമെന്ന് വെച്ചാൽ നമ്മളത് അനുസരിച്ച് ചെയ്യുക. ഞാൻ ഇതിപ്പം കുറച്ച് അടിച്ചു വിടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം, ഞാൻ മാക്സിമം എനിക്ക് വേണ്ടത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് കുറച്ച് വെള്ളപ്പാട് കാണാവുന്നതാണ്. അപ്പോൾ ഇത് മാറാനായി ജസ്റ്റ് നമ്മൾ ടൂൾസിൽ പോവുക. ടൂൾസിൽ ഹീലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അത് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ആ വെള്ളപ്പാടിൻ്റെ മുകളിൽ കൂടി ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം നിങ്ങൾ ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ഇടതുഭാഗത്തൊരു വെള്ളപ്പാടുകൂടെ പോവാറുണ്ട്. അപ്പം ജസ്റ്റ് അതിനായിട്ട് നമ്മളൊന്ന് സൂം ചെയ്യുക. ഫോട്ടോ ഒന്ന് സൂം ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഫോട്ടോ ഒരു വാൾപേപ്പർ ആക്കാനുള്ളൊരു രീതിയിലായി കിട്ടി. ഇനി നമ്മൾ ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്ത് സേവ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ പിക്കും നമ്മുടെ ഇപ്പം എഡിറ്റ് ചെയ്ത പിക്കും എങ്ങനെ ഉണ്ടെന്നൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം വാൾപേപ്പറായിട്ട് ഇടാനായിട്ട്. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത പിക്ക്. ഇത് നമ്മുടെ ആദ്യത്തെ പിക്ക്. അപ്പോൾ ഇത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട് വാൾപേപ്പർ ഇടാനായിട്ട്. പക്ഷേ നമ്മൾ ആദ്യത്തെ പിക്ക് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടായില്ല. അപ്പം നമുക്ക് 1-2 പിക്ക് കൂടി ഇതുപോലെ ചെയ്തു നോക്കാം. We keep the truth to ourselves. Maybe we're hypnotized. This is life. I've been living. Shit's too serious, but I can't abandon this. I've been living. Can't abandon wide open. We won't miss a thing that you're doing. You better watch what you keep from us before it's too late
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ ഉടൻ കാണാവുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ന്യൂ സൈനിങ് ഓഫ്.